ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് കണ്ടാലോ. ആദ്യം തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ ബ്രഷ് ചെയ്തു. പിന്നെ ഞാൻ ചെയ്യാറുള്ളതാണ് ഐസ് എടുത്ത് ഫേസിൽ നിന്ന് കുറച്ച് നേരം അപ്ലൈ ചെയ്യുക. ഈ അറഞ്ചം പുറഞ്ചം പിടിച്ച് ഫേസിൽ ഒരുപാട് നേരം ഐസൊന്നും എടുത്ത് വെച്ചേക്കരുത്. ഒരു 5 മിനിറ്റ് മാത്രമേ വെക്കാവുള്ളൂ. അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വീക്ക്ലി ട്വൈസ് മാത്രം നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫേസ് ഒന്ന് ഗ്ലോ ചെയ്യാനും അണ്ടർ ഐ ഡാർക്ക്നെസ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണുന്ന ഒരു അപൂർവമായ കാഴ്ചയാണ്. ഞാൻ തൂക്കുവാണ് മക്കളെ, തൂക്കുന്നു. കണ്ടോ, തൂത്ത് എൻ്റെ നടു പൊട്ടിഞ്ഞ് കണ്ട. ഇപ്പം ഞാൻ എങ്ങനെ തൂത്തെടുക്കാനാ? ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയാണെങ്കിൽ വരുന്നുണ്ട്, എന്തൊക്കെയോ വായിൽ വെച്ച് വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ തുള്ളി തുള്ളി വരുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ അല്ല അമ്മയുടെ കലാപരിപാടികൾ തുടങ്ങിയാണ്. അമ്മയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുവാണ്. ഇന്നിവിടെ ചപ്പാത്തിയും പിന്നെ വഴുതനങ്ങ കറിയുമാണ്. വഴുതനങ്ങക്കറി കാണാൻ നല്ല രസമുണ്ടെങ്കിലും എൻ്റെ പൊന്നുമക്കളെ എനിക്കിങ്ങനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തൊരു സാധനം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഗതികെട്ട് അവിടെ ഇരുന്നൊരു ഏത്തപ്പഴം എടുത്ത് കഴിക്കാമെന്ന് ഓർത്തു. അതിനിടയ്ക്ക് അച്ഛൻ കയറി വരുന്നുണ്ട്. പിന്നെ അച്ഛനുമായിട്ട് ഇങ്ങനെ കോലം വെച്ച് കളിക്കുവാണ്. പല കോപ്രായങ്ങളും ഞാൻ അവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ട്. ആ ഏത്തപ്പഴം പോലും എനിക്ക് കഴിക്കാൻ വയ്യ. ഞാൻ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും വേണോ? ആർക്കും വേണ്ട. 2 മുട്ട മേടിക്കാൻ പോയിട്ട് കടയിലെ ഫുൾ മുട്ടയും പൊക്കിക്കൊണ്ട് വരുന്ന എൻ്റെ അച്ഛനെ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളാണെങ്കിൽ ഒരു സ്ഥലം വരെ പോവുകയാണ്. വേറെ എവിടെയല്ല, പവിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, ഇത്രയും ഉടുത്തിറങ്ങി പോയിട്ട് ഇനി എൻ്റെ ദൈവമേ പവനായി ശവമായി വരാൻ വേണ്ടിയിട്ടാണോ എന്ന് ഞാനിങ്ങനെ ഓർക്കുവാണ്. പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് മാല ഇടുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഈ മാലയും വെച്ചുകൊണ്ട് എത്ര നേരം ഇരുന്നെന്ന് അറിയാമോ? ഇതാണെങ്കിൽ ഇടാനും പറ്റുന്നില്ല. അതേ ആദ്യം ഇട്ടത് തിരിച്ച്, പിന്നെ അത് ഊരി, പിന്നെ അത് കറക്റ്റായിട്ട് ഇടുന്ന ഒരു മേളമായിരുന്നു. അറ്റ് ലാസ്റ്റ് ഞാൻ വിജയിച്ചു. പിന്നെന്താ, പിന്നെ ഞാനാണെങ്കിൽ കണ്ണെഴുതി കൊടുക്കുവാണ്. അപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, സ്കൂളിലല്ലേ പോകുന്ന മാരിട്ടൊക്കെ കണ്ണെഴുതണോ, എന്ത് വിചാരിക്കും ടീച്ചേഴ്സൊക്കെ വിചാരിച്ചാലോ ഈ പവിയുടെ ചേച്ചി ഇതൊരു അഹങ്കാരിയാണ്, ജാടച്ചിയാണെന്നല്ലോ ഓർത്താലോ. കൺപിയിൽ നല്ല സെറ്റായിട്ടിരിക്കാൻ വേണ്ടി അയലിനിറക്കം വാരി പൊതുന്നുണ്ട് അതിനകത്തോട്ട്. പിന്നെ മസ്കാര ഇട്ടിട്ട് അതൊന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക് ഇടുവാണ്. ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്, സ്കൂളിലല്ലേ പോകുന്നത്, അപ്പം ഭയങ്കര ഡാർക്കായിട്ടൊന്നും വേണ്ട, ഇത്തിരി ലൈറ്റ് ഷെയ്ഡ് മതിയെന്ന്. അങ്ങനെ ഞാൻ വാരി പൊത്തിയ ലിപ്സ്റ്റിക്ക് ഞാൻ അവസാനം ഞാൻ തുടച്ച് കളയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എന്തൊക്കെയോ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ മുടി കെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മുടി കെട്ടി. ഞാനിങ്ങനെ പോണിറ്റെയിലാണ് കെട്ടാറുള്ളത്. അപ്പോൾ ഞാൻ കെട്ടുന്നത് വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്യും. അപ്പോൾ അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ മുടിയൊക്കെ കെട്ടി സെറ്റായി. മുടിയൊക്കെ ഒതുക്കിയൊക്കെ വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ടെന്താ, പിന്നെ വാച്ചിട്ടു, പിന്നെ പെർഫ്യൂം അടിച്ചു. എന്നിട്ട് ഞാൻ തന്നെ നോക്കുക എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന്. കുഴപ്പമില്ല. ഇപ്പോൾ കുണുങ്ങി ഒരു വരവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ബായ്. പിന്നെ ഞാനാണെങ്കിൽ അമ്മേനെ ഒരുക്കി കൊടുക്കുവാണ്. അമ്മ ഈ പറയുന്ന പോലെ ഈ ഫൗണ്ടേഷനോ നമുക്ക് ബ്രൂട്ടീഷ് നമുക്ക് ഇഷ്ടമല്ല. അമ്മ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ പൗഡർ ഇട്ടു, ഒരു പൊട്ടും കൂടെ കുത്തി കൊടുത്തു. എല്ലാം ഭയങ്കര മടിയാണ്, പൊട്ടിടാനോ ഒന്നും ഇഷ്ടമല്ല, ഒരുങ്ങുന്നതേ ഇഷ്ടമല്ല. ലാസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി ഞാൻ ഓടുവാണ്. പക്ഷെ ഇഷ്ടമല്ല, പൊടി എന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. അങ്ങനെ ഞങ്ങളാണെങ്കിൽ പവിയുടെ സ്കൂളിലെത്തി. സ്കൂളിലേക്ക് തന്നെ നടക്കുവാണ്. ഒരു മഞ്ചക്കൈ ഞാൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് പവിയുടെ, ഇതാണ് എൻ്റെ അനിയൻ പവിക്കുട്ടൻ. കണ്ട, മാസ്ക് കാണിച്ച് നിൽക്കുവാണ്. അവനിപ്പോൾ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരിക്കും, ടീച്ചർ ഇനി വല്ലതും പറയുമോ മാർക്കിനെ പറ്റിയിട്ടെന്നൊക്കെ. അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ക്ലാസ് എന്നിട്ടാണ് വിട്ടത്. എൻ്റെ പറു ഇങ്ങനെ ഞാൻ എല്ലാത്തിനും ജസ്റ്റ് പാസ്സായിരിക്കും, അമ്മനെ പറഞ്ഞൊന്ന് ഇതാക്കണമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ ഞാനൊരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. പിന്നെ വൈകിട്ടായപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഷേക്കും മുന്തിരിയും കഴിച്ചു. അതിനുശേഷം ഞാനാണെങ്കിൽ ഇത് വേറെ എവിടെയല്ല, എൻ്റെ വീടിൻ്റെ പുറകിലെ ബീച്ചാണ്, അവിടുത്തെ വ്യൂ ആണിത്. അങ്ങനെ ബീച്ചൊക്കെ കണ്ടിട്ട് പിന്നെ രാത്രിയിൽ ഇന്നിവിടെ കഞ്ഞിയായിരുന്നു. കഞ്ഞിയും അച്ചാറും പപ്പടവും മീൻവറുത്തയൊക്കെ ആയിരുന്നു. എല്ലാം കൊണ്ട് ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവരും ലൈക്ക് ചെയ്യുക.